ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കന്മാരെ, ഈ ഞായറാഴ്ചത്തെ നമ്മുടെ വായനകൾ വളരെ പ്രസക്തിയുള്ള വായനയാണ്. വിശ്വാസത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു അടയാളത്തിലൂടെ, ഒരു അത്ഭുതത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അന്ധനായ യാചകന് കാഴ്ച നൽകിക്കൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വെളിച്ചത്തെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മളോട് പറയുന്നത്. ഓർക്കുക, ആ അന്ധയാചകന് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അവന് ആന്തരികമായ കാഴ്ച തീർച്ചയായും ഉണ്ടായിരുന്നു. ആന്തരികമായ കാഴ്ചയിലൂടെ, ആ വിശ്വാസത്തിലൂടെ ഈശോയെ തിരിച്ചറിയുവാൻ സാധിച്ച വ്യക്തിയാണ് ഈ അന്ധനായ യാചകൻ. നമുക്കറിയാം, നമ്മുടെ ആ തിരുവചന ഭാഗം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ വ്യക്തമായും ഈശോ പറയുന്നത്, അവനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് യേശു മിശിഹ പറയുന്ന വാക്യം ഇതാണ്: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ വിശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും, പ്രത്യേകിച്ച് നോമ്പ് കാലത്തിൽ ഉണ്ടാകേണ്ടത്. എല്ലാത്തിനുമുപരിയായി ഞാൻ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ആന്തരികമായ ഈ ഒരു വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം. വിശുദ്ധ അപ്രൈമിന്റെ കൃതികളിലെല്ലാം നാം കാണുന്നത് ഈ ഒരു ആന്തരിക കാഴ്ചയെ കുറിച്ചാണ്. ആന്തരിക കാഴ്ച എന്ന വാക്കിനേക്കാൾ ഉപരിയായി വിശുദ്ധ അപ്രൈം ഉപയോഗിക്കുന്ന വാക്ക് പ്രകാശിതമായ കണ്ണിനെ കുറിച്ചാണ്. പ്രകാശിതമായ കണ്ണിലൂടെ നോക്കുന്ന എല്ലാം ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകയായി കാണുന്ന ഒരു വിശുദ്ധനാണ് മാർ അപ്രൈം. മാർ അപ്രൈമിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ മുഴുവനും വചനത്തിലും ഈശോ മിശിഹായെ കാണുവാനായി സാധിച്ചു. അപ്പം നമ്മുടെ ജീവിത സാഹചര്യത്തിലും, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയെ കാണുവാനുള്ള ആന്തരിക കണ്ണുകൾ, നയനങ്ങൾ ഉണ്ടാകുവാനാണ് നാം പ്രാർത്ഥിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണോ എന്ന ചിന്ത തീർച്ചയായും ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായി പറഞ്ഞാൽ, അദ്ദേഹം നയിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തിൽ ഈ ഒരു ആശയം തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹത്തിന് കുഷ്ഠരോഗികളോട് വളരെയധികം നീരസം എന്ന് പറയാൻ വേണ്ട, പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, അവരുടെ വ്രണങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ട് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കഴിയുമെങ്കിൽ പഴയ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികൾ മണിയടിച്ച് ഞങ്ങൾ വരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ മണിയടിച്ച് വരുമ്പോൾ ഫ്രാൻസിസ് അസീസി ഓടി അകലുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഫ്രാൻസിസ് അസീസി ഈ മണിനാദം കേട്ടപ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു ശക്തി ലഭിച്ച് ആ കുഷ്ഠരോഗിയെ ചെന്ന് ആലിംഗനം ചെയ്യുവാനുള്ള വലിയ കൃപ അവന് നൽകി. ആ രീതിയിൽ ചെന്ന് ആ കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്ത് ആ കുഷ്ഠരോഗിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് യേശു മിശിഹായായി മാറിയതായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി കാണുന്നത്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ഏത് സാഹചര്യത്തിലും ഏത് വ്യക്തിയിലും ഈശോയെ കാണുവാനായി സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും യേശുവിൻ്റെ രക്ഷ നമുക്ക് സാധ്യമാണ്. ആ രക്ഷയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഓർമ്മയിൽ നമുക്ക് ഇന്നത്തെ തിരുവചന ഭാഗം ധ്യാനിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.